പേപ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് നമ്മൾ ചെയ്യാൻ പോണത്. If alpha is the area of the common region that lies inside the given both the given ellipse, then the value of cot alpha is. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളെ കയ്യിൽ 2 എലിപ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കോമൺ എ റീജിയനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനം എടുത്താൽ മതി. സിമെട്രി ഉള്ളതുകൊണ്ട് ഈ ഒരു കഷ്ണം അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം എടുക്കുക ഫസ്റ്റ് ക്വാർട്ടറിൽ കിട്ടാൻ. അങ്ങനെ 4 ക്വാർട്ടറിലുണ്ട്, 4 ടൈംസ് ചെയ്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു കഷ്ണം മാത്രം എടുത്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു കഷ്ണം എടുക്കാം, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിലിംഗ് ട്രിക്ക് ഉപയോഗിക്കാം. സ്കെയിലിംഗ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ തന്നിരിക്കുന്ന എലിപ്സ് ഏതെങ്കിലും തന്നെ എടുക്കുക. x² + 4y² = 1 അല്ലെങ്കിൽ 4x² + y² = 1 എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു സർക്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4x² + y² = 1 എടുത്തു കഴിഞ്ഞാൽ 2x-നെ ക്യാപിറ്റൽ X എന്നും y-നെ ക്യാപിറ്റൽ Y എന്നും വിളിക്കുക. ഓക്കെ, ഇത് x² + y² = 1 ആയി. ഇനി ഇതായിരുന്നു നമ്മുടെ ആ ഇതുണ്ടല്ലോ ലൈന്. ആ ലൈന് y = x ആയിരുന്നു. y = x എന്ന് പറഞ്ഞാൽ ലൈൻ എന്തായി മാറിയിട്ടുണ്ടാവും, ക്യാപിറ്റൽ Y = x/2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ സർക്കിളിന്റെ സിറ്റുവേഷൻ നോക്കാം. ഇത് യൂണിറ്റ് സർക്കിൾ ആണ്. ആൻഡ് ദിസ് ഇസ് y = x/2 ആണ്. ക്യാപിറ്റൽ Y = ക്യാപിറ്റൽ x/2. അപ്പൊ ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന സാധനം tan ഇൻവേഴ്സ് ഓഫ് ഹാഫ് ആണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ പറഞ്ഞാൽ ഹാഫ് r² തീറ്റ ആണല്ലോ. ഹാഫ് πr² × സെക്ടറിന്റെ ഏരിയ കേട്ടോ. πr² തീറ്റ / 2π ആണ്. അപ്പൊ ഹാഫ് r² തീറ്റ ആണ്. അപ്പൊ ഹാഫ് tan ഇൻവേഴ്സ് ഓഫ് 2 ആണ് കിട്ടും. ഹാഫ് tan ഇൻവേഴ്സ് ഓഫ് 2 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളെ ഏരിയ, റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സ്കെയിലിംഗ് ആലോചിക്കുക. സ്കെയിലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാ, 2x = x, y = ക്യാപിറ്റൽ Y ആണ്. അപ്പോൾ നമ്മളുടെ dx dy എന്ന് പറഞ്ഞ സാധനം ഹാഫ് ഓഫ് dx dy ആണ്. അപ്പൊ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 tan ഇൻവേഴ്സ് ഓഫ് 2 ഉണ്ടാവുള്ളൂ. 1/4 tan ഇൻവേഴ്സ് ഓഫ് 2 ആണ് ഒരു സെക്ടറിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ എത്ര ഉണ്ടാവും വെച്ച് കഴിഞ്ഞാല് നോക്കിക്ക്, ഇവിടെ തന്നെ 1 2 പിന്നെ 3 4 8 ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ഏരിയ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 2 tan ഇൻവേഴ്സ് ഓഫ് 2 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഏരിയ വരിക. ഇനി ഇതുവരെ കോട്ടിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നാ പറഞ്ഞത്. 2 tan ഇൻവേഴ്സ് ഓഫ്, അയ്യോ ഇവിടെ എഴുതിയപ്പോ തെറ്റിപ്പോയി, ഹാഫ് ആണേ. ഹാഫ് 2 അല്ല, ഹാഫ്. അപ്പൊ 2 tan ഇൻവേഴ്സ് ഓഫ് ഹാഫ് ആയിരിക്കും നമ്മുടെ ഉത്തരം വരാം. അപ്പൊ 2 tan ഇൻവേഴ്സ് ഓഫ് ഹാഫിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 2 × 1/2 / 1 - 1/4 എന്ന് വരും. അപ്പൊ tan ഇൻവേഴ്സ് ഓഫ് 1/3/4 എന്ന് വരും. tan ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് വരും. അത് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/4 ആണ്. അപ്പൊ കോട്ട് ആൽഫ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 3/4. ഒരു വിഷമമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.